ഹായ് ഓൾ അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായില്ല നമ്മൾ വീഡിയോ ചെയ്തിട്ട്. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള സംഭവം പറയാനുണ്ട്. അപ്പോൾ രാവിലെ എൻ്റെ നിസ്കാരവും ഒത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടില്ലേ, രാവിലെ ഡോർ തുറക്കുമ്പോൾ ഏകദേശം 7 മണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ലേറ്റായി ഡോർ തുറക്കാൻ. അങ്ങനെ ഡോറെല്ലാം തുറന്നിട്ട് ഒന്ന് മെയിൻ്റെല്ലാം ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് ചൂടൊരു സ്ട്രോങ്ങിൽ ചായ കുടിക്കാം. അപ്പോൾ ഇല്ലേ, ഇന്ന് വളരെ 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 സന്തോഷമുള്ള ഡേ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിപ്പോൾ ഇത് സംഭവം എന്താണെന്നറിയോ? ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം അതിന് മുമ്പില്ല ഞാൻ രാവിലെ ചെയ്യുന്ന എല്ലാ പണികളും നിങ്ങൾ നോക്കവേ. അപ്പോൾ നമ്മൾ ബിസിയാക്കാന്ന് പണിയെടുത്തുകൊണ്ട് വിശം പറഞ്ഞുകൊണ്ടിരിക്കാം. ഓക്കെ, യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം 1 കൊല്ലവും 2 മാസമൊന്നും ആയിട്ടുണ്ട്. മഷാല കഴിയുന്ന പോലെ ഞാൻ വീഡിയോസ് ഇടാനും ശ്രമിക്കുന്നുണ്ട്. തിരക്കാണ്, ബിസിയാണ്. എന്നാലും അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയം കൊണ്ട് കുറച്ചായിട്ടും കൂടുതലായിട്ടും സൗണ്ട് ഇല്ലാതെയും സൗണ്ടായിട്ടും വോയിസ്, എപ്പോഴും എൻ്റെ വോയിസിനൊരു പ്രശ്നമുണ്ടല്ലേ, അതായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് വീഡിയോ. അൽഹംദുലില്ലാ, അതിൻ്റെ ഫലം എന്നെല്ലാം പറയുന്ന പോലെ ഇത്ര ദിവസം വീഡിയോയും ഷോർട്സും എല്ലാം ഇട്ടതിൻ്റെ ഫലം ഇന്ന് കിട്ടി. മാഷാഅല്ലാ, എനിക്ക് യൂട്യൂബിൻ്റെ ഫസ്റ്റത്തെ സാലറി കിട്ടിയിട്ടുണ്ട്. മാഷാഅല്ലാ, അൽഹംദുലില്ലാ. ഫസ്റ്റ് തന്നെ അള്ളാഹുവിൻ്റെ സ്തുതി. പിന്നെ നിങ്ങളോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കിയതും നിങ്ങൾ ലൈക്ക് ആക്കിയതും നിങ്ങൾ നോക്കിയതും ടൈം എടുത്തിട്ട് നോക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇത്രയിലെത്തിയത്. മാഷാഅല്ലാ. അങ്ങനെ ഇതാ ഞാനും മാപ്പിളയും ചായ എല്ലാം കുടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം നോക്കവേ. എന്നിട്ട് എന്ത് സംഭവം, അങ്ങനെ യൂട്യൂബിൻ്റെ പൈസ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ നിങ്ങൾ ആരും ചോദിക്കുക എത്ര കിട്ടിയെന്ന്. അതങ്ങനെ കണക്ക് ചെല്ലാനില്ലേ, യൂട്യൂബിൽ റൂൾസ് ഇല്ല, അങ്ങനെ കറക്റ്റ് കണക്ക് പറയാൻ കഴിയില്ല, അങ്ങനെ ഉണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് അല്ലേ, ചില്ലറ കിട്ടിയത്. എന്നാലും മാഷാഅല്ലാ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഇത് ഞാനില്ലേ മെയ് 1 ഇടാം നിരച്ചിട്ടുണ്ടായിന് തൊഴിലാളി ദിനമല്ലേ അന്ന് തന്നെ. പക്ഷെ അന്ന് കുറേ ഞാൻ സെറ്റാക്കി വോയിസ് എല്ലാം സെറ്റാക്കിയിട്ടല്ല വെച്ചിട്ടുണ്ടായിന്. വീഡിയോ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിന്, വോയിസ് കൊടുത്തിട്ടുണ്ടായിട്ടാ. പിന്നെ ഓർഡറായി, പിന്നെ പോകാനായി, അയിലായി, ഡ്രസ്സ് എടുക്കാൻ, അങ്ങനെ എന്തെല്ലോ പണിയെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതിങ്ങനെ പെൻഡിങ്ങിലായി കൊണ്ട് പോന്നു. അപ്പോൾ ഇന്നൊക്കെ ചെറിയൊരു വേള കാച്ചിൻ്റെ ഓർഡർ ഉണ്ടായിന് 1 കിലോ. അപ്പോൾ ഈ അടിക്കലും ക്ലീനിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഞാൻ വേളയൊന്ന് കച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേഗം പണിയെല്ലാം തീർത്തിട്ടില്ലേ, പെങ്ങളെ മോളെ മംഗലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പർച്ചേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ പെങ്ങളുടെ ഒന്ന് കയറണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെല്ലാം ഉണ്ട് നോക്കട്ടെ, ഏതെങ്കിലും ഒന്ന് നടക്കും. അങ്ങനെ ക്ലീനെല്ലാം ആക്കിയിട്ട് പോകാനിട്ട്. അപ്പോൾ ഇന്ന് ഞാനില്ലേ മുരിങ്ങ വേളയിട്ടൊരു വെജിൻ്റെ കറിയും കാണിക്കുന്നുണ്ട്. അടിക്കലും തുടക്കലും ക്ലീനിങ്ങെല്ലാം കഴിഞ്ഞിട്ടതിന് ശേഷം പത്തിലും പിന്നെ പീര ഉണ്ടായിന്, ബീഫിൻ്റെ പീരയാണ് നമുക്ക് കൊടുത്തപ്പോൾ. ഭാവി കടല ഉണ്ടായിന്, രാവിലെ ഭാവി കടലാക്കി തന്നിട്ടില്ലേ, കുറച്ച് കടലെല്ലാം നമുക്ക് തന്നിട്ടുണ്ടായിന്. അപ്പോൾ അതും നാസ്റ്റ് ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും കഴിച്ചിട്ടതിന് ശേഷം ഇല്ലേ മംഗലെല്ലാം അല്ലേ, അപ്പോൾ ഒന്ന് പിള്ളേരെ മുടിയെല്ലാം ഒന്ന് കെട്ടാക്കാനുണ്ടായിന്. അങ്ങനെ ചുരുട്ടിക്കുട്ടി മുടീനെയും കൊണ്ട് ഞാൻ തന്നെ പോയിട്ട് നല്ല ഷോർട്ടാക്കിയിട്ട് കൊടുത്തിന്, തന്നുണ്ണിയും കട്ടാക്കിന് മിന്നിയും കട്ടാക്കിന്. അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഞാൻ ഈ വേളക്കറി വെക്കുന്നത് നോക്കൂ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ സ്റ്റോറിയെല്ലാം പറയാം. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ടാവാൻ നല്ലോണം ഹെൽപ്പാക്കിയതില്ലേ ഞങ്ങൾ തസ്രീ തന്നെയാണ്. തസ്രീതാക്ക് ഒരു ചാനലുണ്ട്, തപസ്സും കിച്ചണിലിട്ട്. തസ്രീത വ്ളോഗ് ചെയ്യല്ല, റെസിപ്പീസ് മാത്രമാണ്. എല്ലാ റെസിപ്പീസും ഉണ്ടായില്ലേ തപസ്സും കിച്ചണെന്ന് നിങ്ങൾ അടിച്ചു നോക്കിയാൽ കിട്ടുക. 1,00,000 സബ്സ്ക്രൈബറെല്ലാം കഴിഞ്ഞിട്ട് മാഷാഅല്ലാ അടിപൊളിയാണത്. തസ്രീതയുടെ അധികവും റെസിപ്പീസും സംഭവങ്ങളെല്ലാം ഇടലുണ്ട്. നല്ല മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. അധികം ഞാൻ റെസിപ്പീസെല്ലാം ഇതാക്കല് തസ്രീത്താൻ്റെ വീഡിയോ നോക്കിയിട്ട് തന്നെയാണ്. അപ്പം നമുക്ക് ടെൻഷനില്ല, എല്ലാം കറക്റ്റ് തസ്രീത്ത പറഞ്ഞ പോലെ ചെയ്തെങ്കിൽ. അപ്പോൾ എൻ്റെ ഫുള്ള് വീഡിയോ ഒക്കെ സപ്പോർട്ട്. ഞങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലില്ലേ ഞങ്ങൾക്ക് എന്ത് വീഡിയോ ഈ യൂട്യൂബിനെ കുറിച്ചിട്ട് ഒരു കുന്തം അറിയില്ല, സത്യം പറഞ്ഞെങ്കിൽ എന്തും അറിയില്ല ഞങ്ങൾക്ക്. എല്ലാം മോൻ തന്നെയാണ്. മോൻ ചെറുതാണ് മാഷാഅല്ലാ, മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടതാണ്. എല്ലാ എഡിറ്റും കാര്യങ്ങളും ഫാസ്റ്റാക്കുന്നതും വീഡിയോ കട്ടാക്കുന്നതും അതിൽ വേണ്ടാത്തതിന് എടുക്കുന്നതും എല്ലാം മോനാഞ്ഞു ഫസ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തും അറിയാലോ. പക്ഷെ ഇപ്പോൾ ഞാൻ നോക്കിയിട്ടില്ലേ, ഇപ്പോൾ അൽഹംദുലില്ലാ മാഷാഅല്ലാ ഇപ്പോൾ ഞാൻ തന്നെയാണ് ഫുള്ള് ചെയ്യുന്നത്. മോന് എന്നും ചെയ്യല്ല, ഞാൻ എന്നെ സംഭവങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ ഇടലാണ്. മാഷാഅല്ലാ നമുക്ക് വേണമെന്നായെങ്കിലേ, നമുക്ക് ചെയ്യണമെന്നായെങ്കിൽ, നമുക്ക് പഠിക്കണോ അറിയണമെന്നോ നമ്മൊന്ന് മനസ്സിച്ചെങ്കിലേ നമുക്ക് തന്നെ എല്ലാം പറ്റും.
ഇപ്പോൾ വീഡിയോസിൻ്റെ സംഭവമായെങ്കിൽ എന്നല്ല, ഏതൊരു സംഭവമായെങ്കിലും അതങ്ങനെയാണ്. നമുക്ക് ഇൻട്രസ്റ്റ് വേണം അതിനോട്. എനിക്ക് ചെയ്യണം, എനിക്ക് പഠിക്കണം, ഞങ്ങൾക്ക് അറിയണം, എനിക്ക് നോക്കണം, എന്നെ കൊണ്ട് പറ്റുമോ എന്നിട്ടില്ലേ ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് വേണം. എന്നെങ്കിലും നമ്മൾ ഏത് കഷ്ടമുള്ള സംഭവവും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത്. അത് കുറേ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം പറയലുമുണ്ട്, ഇത് സംഭവം ഇങ്ങനെയാണ്, അറിയല കഴിയല പറ്റിയല എന്ന് വിചാരിച്ചതെല്ലാം അൽഹംദുലില്ലാ നല്ല ഇല കഴിയുന്നുണ്ടെന്നല്ലോ നമ്മൾ ഗ്രൂപ്പിലും ഫ്രണ്ട്സും നമ്മളിങ്ങനെ ചർച്ച ആക്കലുണ്ട് ഞാൻ. അപ്പോൾ ഒരു മെഹന്തിൻ്റെ സംഭവം അങ്ങനെ, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്യാവേ. മെഹന്തി അങ്ങനെ ഞങ്ങൾക്ക് ചെറുതായിട്ടാണ് ഞാൻ മെഹന്തി ഇടൽ. ഇതാ കലമ്പൂർ തീയല പൊടിക്കുന്നുണ്ട്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലാക്കണ്ടേ അങ്ങനെ. കലമ്പോറും വില തീയൊന്ന് കൂടിപ്പോയി അറിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ആളിക്കത്തിയതാണ്. കടമൊന്നും കത്തിയിട്ടില്ല, നേരമുണ്ട്. ഓക്കെ, അപ്പോൾ ഇല്ല ഞാൻ മൈലാഞ്ചി ഇടുന്നത് നമുക്ക് ചെറുതായിട്ട് അറിയുമോ ഇങ്ങനെ ഞാൻ ഇട്ടും ഒരു ഫിനിഷ് ആകുന്നില്ല, ഒരു കാണാനൊരു വൃത്തിയ ഒരു ലുക്ക് ഉണ്ടാകുന്നില്ല. അതിന് ഞാൻ മെഹന്തിൻ്റെ കോഴ്സിന് കൂടിയിട്ട് മാഷാഅല്ലാഹ് ഇപ്പം ഇങ്ങനെ നല്ല കുറച്ച് സെറ്റായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തും അങ്ങനെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് പഠിക്കണമെന്നൊരു മൂഡുണ്ടെങ്കിൽ, പഠിക്കണമെന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം അറിഞ്ഞാൽ. അതിന് വലിയ വിദ്യാഭ്യാസം വേണം, അത് വേണം, ഇത് അങ്ങനെയൊന്നുമില്ല. നമ്മളുള്ള വിവരം വെച്ചിട്ട് നമുക്ക് ചെയ്യാം അറിഞ്ഞാൽ. എല്ലാവർക്കും ഇതൊരു മോട്ടിവേഷൻ ആട്ടവേ. അപ്പോൾ എൻ്റെ കുഞ്ഞുമാൻ്റെ മോള് മാഷാഅല്ലാഹ് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തോ വീഡിയോയിൽ പറയുന്നൊരു മോട്ടിവേഷൻ കേട്ടിട്ട് അവൾ 3 കൊല്ലം തൊടാതെ മെഷീനില്ലേ, സ്റ്റിച്ചിങ് മെഷീന്, അതിനെടുത്തിട്ട് ചുരിദാറെല്ലാം തുന്നി എന്നിട്ട് ഭയങ്കര അവൾ മെസ്സേജ് ഇട്ടിട്ട് ഭയങ്കര സന്തോഷമായിന്. എൻ്റെ കുഞ്ഞുമാൻ്റെ മോള് സെക്കീന എന്നിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിന്. അങ്ങനെ ഇങ്ങനെ അതിന് ഭയങ്കര മോട്ടിവേഷൻ എന്നെല്ലാം പറയുന്നുണ്ടായിന്. അങ്ങനെ അപ്പോൾ ഇപ്പോഴത്തെ നാളിൽ ആണുങ്ങൾ മാത്രം ഒരാളെ കൊണ്ട് പണിയെടുത്തിട്ട് ജീവിക്കാൻ കുറച്ച് കഷ്ടം തന്നെയാണ്. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങളൊരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു എൻജോയ് ആയി, നമുക്കൊരു ടൈം പാസ്സായി. നമ്മളെ കയ്യിലൊരു ആണുങ്ങൾ നോക്കുന്നില്ല, പൈസ തരുന്നില്ല, ആണുങ്ങൾ ചിലവിന് തരുന്നില്ല, അതല്ല. എന്തായാലും നമ്മളെ പൊന്നു പോലെ നോക്കുന്നല്ലോ മാഷാഅല്ലാഹ്, എല്ലാം സെറ്റാക്കി തരുന്നുണ്ട്. പക്ഷേ നമ്മളെ കയ്യിലൊരു 100 രൂപ നമ്മൾ തന്നിട്ട്, അല്ലെങ്കിൽ 1000 രൂപ നമ്മൾ തന്നിട്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഏങ്ങുന്നെങ്കിലും എന്തെങ്കിലും ധൈര്യത്തിൽ നമ്മളെ കയ്യിലുണ്ടല്ലോ എന്നിട്ട് നോക്കാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ ഒരു എനർജി തന്നെയാണ് പെണ്ണുങ്ങൾക്ക് മാഷാഅല്ലാഹ്. അത് അപ്പോൾ നമുക്ക് നമ്മളെ ടെൻഷനും കുറയും. നമ്മളെ കുറേ ഭർത്തി ചെയ്തിട്ട് ഫോണും നോക്കിയിട്ട് കിടന്നിട്ട് ടെൻഷനാക്കിയിട്ട് അസുഖം ഇതും വരുത്തിക്കുന്നതിനേക്കാളും ഇല്ലേ ചെറിയ എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ പൊരലെന്നെ ഇരുന്നിട്ട് ചെയ്യുന്നെങ്കിലും അതൊരു എന്താ ചെയ്യുന്ന ഒരു വർക്കത്വമാണ്, നമുക്കൊരു ടൈം പാസ്സാണ്, മറ്റുള്ളവർക്കൊരു മോട്ടിവേഷനാണ്, കാണുമ്പോൾ ഓർക്കൊരു ചെയ്യാനുള്ളൊരു ഇതാണ്. അങ്ങനെയാണ് സംഭവം. ഇപ്പോൾ വിസം പറഞ്ഞിട്ടാകുമ്പില്ല എൻ്റെ നല്ല വേളക്കറി റെഡി ആയിട്ടുണ്ട്. എങ്ങനെ ആക്കിയത് നിങ്ങൾക്കെല്ലാം കണ്ടല്ലോ. പിന്നെ ഞാൻ ഇതിൻ്റെ തന്നെ ഒരു മാങ്ങാ ചമ്മന്തി ആക്കുന്നുണ്ട്. ചോറിനില്ല, നല്ല ടേസ്റ്റാണ്. ഒന്നുമില്ല, മാങ്ങ തൊലി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക, തേങ്ങ ചിരവിക്ക് കൊടുക്കുക, പിന്നെ പച്ചമുളക് ഇടുക, ഉപ്പിടുക, കഴിഞ്ഞു. ഇത്ര തന്നെ, കലം പോരാനൊന്നുമില്ല. ചോറിലേക്ക് നല്ല ബോൾസ് ആക്കിയിട്ടും വെക്കുന്നത് ഞാൻ കുറച്ച് തന്നെ കുറച്ച് വെള്ളമായിട്ടുണ്ട് അത്. അപ്പോൾ നല്ല മീൻ ഫ്രൈയും വേളക്കറിയും ഈ മുരിങ്ങക്കൊമ്പിൻ്റെ നല്ലൊരു സ്മെല്ലല്ലേ അല്ലേ, ഇപ്പോൾ അതെല്ലാം ഇട്ടിട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ മീൻ ഫ്രൈയും വേളക്കറിയും ചമ്മന്തിയെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളിയല്ലേ. ചോറെല്ലാം വെജിറ്റേറ്റില്ലേ, നമ്മൾ പോയിട്ടുണ്ട് അതിന് പുറത്ത്. അപ്പോൾ ഓർഡറും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്ക് അതും വേണം ഇതും വേണം, എൻജോയ് ആക്കണം. ഓർഡർ തന്നെ എടുത്ത് തന്നെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതാ എൻ്റെ മച്ചുഞ്ചിൻ്റെ അവിടെ പോകുന്ന റൂട്ട് ഇങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ സൈഡിലൊക്കെ കൂടിയിട്ട് പോകുമ്പോൾ നല്ലല്ലേ കാണാൻ. അങ്ങനെ ആടെല്ലാം പോയിട്ടില്ലേ മംഗലത്തിൻ്റെ പുരയെന്ന് പറഞ്ഞിട്ട് അവളെ പുതിയ ആപ്പിൾ ഇന്ന് വരുന്നതാണ്. അപ്പോൾ ചെക്കനെ നോക്കുന്ന ഒരു പരിപാടിയിൽ സംഭവമില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് മാഷാഅല്ലാഹ് പുതിയ ആപ്പിളെല്ലാം നോക്കിയിട്ട് വന്നതാണ്. ഞാൻ പോകുമ്പോൾക്ക് പെങ്ങളെ മോനെ നല്ല കളിയിൽ അളിയെന്നെ നോക്കാൻ പോകുന്നില്ലേക്കും ഇല്ല ഓറ് പോട്ടുന്നില്ലേ. ഞാൻ പേടിപ്പിച്ചിട്ട് നല്ല അടിപൊളി ഡ്രസ്സെല്ലാം ആക്കിയിട്ട് അവനെ പൊട്ടിച്ചിട്ടുണ്ട്. അളിയനെ പോയിട്ട് കുഞ്ഞളിയെ നോക്കിയിട്ട് പോകാൻ നല്ല ചെലിട്ട് അങ്ങനെ ഒരു പുതിയ ആപ്പിളെല്ലാം നോക്കിയിട്ട് വന്ന് മാഷാഅല്ലാഹ് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് ചെക്കനെയും ഇഷ്ടപ്പെട്ട്. അപ്പുറം ഇപ്പുറം ചോക്ലേറ്റും ഫോണും ബൊക്കെല്ലാം ഇപ്പോഴത്തെ ഒരു ട്രെൻഡല്ലേ ബൊക്കെല്ലാം കൊടുക്കലല്ലേ, അതെല്ലാം കൊടുത്തിട്ട് മാഷാഅല്ലാഹ് അടിപൊളിയെല്ലാം നോക്കിയിട്ട് വന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.